ഹലോ ഗൈസ്, വെൽക്കം ടു ജെ സ്നാപ്സ്. ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് കൊച്ചി ടു കോപ്പൻഹേഗൻ. അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം വന്നെത്തി. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. ഇത്രയും ദൂരത്താണ് കൊച്ചി ടു കോപ്പൻഹേഗൻ. പപ്പേനെയും മമ്മിയോടൊക്കെ കുറച്ച് നാളത്തേന് വിട്ട് പിരിഞ്ഞ് ദൂരേക്ക് പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ അത് വൈഫിൻ്റെ അടുത്തോട്ടാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. രാവിലെ 2 മണി സമയം, 6 മണിക്കാണ് ഫ്ലൈറ്റ്. സോ 2 മണിയൊക്കെ ആയപ്പോഴത്തേന് എയർപോർട്ടിലെത്തി. 3 മണിക്കാണ് ചെക്ക് ഇൻ. സോ അതുവരെ ഫ്രണ്ട്സിനോടും കൊണ്ടുവിടാൻ വന്ന കസിൻസിനോട് അതുപോലെ പേരൻസിനോട് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നതിന് മുമ്പുള്ള കൊച്ചു വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നിൽക്കുകയാണ്. കുസാറ്റിയിൽ നിന്ന് കിട്ടിയ സൗഹൃദവലയാണ് മിക്കവരും. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് എത്തിയപ്പോൾ കൂടെയുള്ള 2 പേരുണ്ട്. എല്ലാവരോടും ഒടുക്ക കൂടി യാത്രയൊക്കെ പറഞ്ഞ് പപ്പയും മമ്മിയുണ്ട് എൻ്റെ, അതുപോലെ തന്നെ വൈഫിൻ്റെ അച്ഛനും അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. സോ എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് പോകാനുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് അവർക്ക് കൂടി ഉറപ്പ് വരുത്തി. ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ലഗേജ് കുറച്ച് കൂടുതലുള്ളതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുഴപ്പമില്ലാതെ നേരെ അകത്തേക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വെയിറ്റിംഗ് ഏരിയയിലോട്ട് പോയി. ഗേറ്റ് നമ്പർ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നേരെ ഫ്ലൈറ്റിനുള്ളിലോട്ട്. ആദ്യമായിട്ട് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ബട്ട് എല്ലാം ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നേരെ സീറ്റിലേക്ക്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്ത് തുടങ്ങി. കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഫ്ലൈറ്റ് പതിയെ പതിഞ്ഞു പൊങ്ങുമ്പം മുകളിൽ നിന്നുള്ള താഴോട്ട് കാഴ്ചകൾ പയ്യെ മങ്ങി മങ്ങി വരുന്നത്, ചെറിയ മഴയും തണുപ്പും എല്ലാം കൂടെയും അടിപൊളിയായിരുന്നു. ആദ്യത്തെ 1 മണിക്കൂർ നന്നായിട്ട് ആസ്വദിച്ചെങ്കിലും കുറച്ചതിന് ശേഷം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ഒക്കെ ആയിട്ട് എങ്ങനെയും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. കുറച്ച് പിടിച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തിരുന്ന് ഏറെക്കുറെ ഒരു 9:30 ആയപ്പോഴത്തേനും ഡൽഹിയിലെത്തി. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. കൊച്ചി ടു ഡൽഹി, ദെൻ ഡൽഹി ടു കോപ്പൻഹേഗൻ ആയിരുന്നു. അങ്ങനെ 9:30 ആയപ്പോൾ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. അവിടെ ലാൻഡ് ചെയ്ത് നേരെ പുറത്തോട്ട് ഇറങ്ങി. കൊച്ചിയിലെ എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഡൽഹിയിലെ എയർപോർട്ട് കുറച്ച് വളരെയധികം വിശാലമായിരുന്നു. നമുക്ക് ചുറ്റും നടന്ന് കാണാനും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു പ്ലേസ് പോലെ തോന്നി. അങ്ങനെ അവിടെ ചെന്ന് അവിടെ വെരിഫൈ ചെയ്ത് ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷം നേരെ ഉള്ളിലോട്ട് നടന്നു. അവിടുത്തെ ചെക്കിങ് പ്രോസസ്സും കാര്യങ്ങളും സെക്യൂരിറ്റി ചെക്കെല്ലാം കടന്നതിന് ശേഷം എൻ്റെ ഗേറ്റ് നമ്പർ 22 ആയിരുന്നു. അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയെങ്കിലും എനിക്ക് ഉച്ചയ്ക്ക് ഒരു 2:30 ആയിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. സോ അത്രയും സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ച് പയ്യെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫ്ലൈറ്റ് ഒരു 2 hour ഡിലേ ആയി. ഏറെക്കുറെ 4:35 എന്ന ടൈമിലാണ് എൻ്റെ ഫ്ലൈറ്റ് ശരിക്കും അവിടെ നിന്ന് എടുത്തത്. സോ രാവിലെ മോർണിംഗ് 9 to 5 വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തെന്ന് പറയാം. സോ അങ്ങനെ ഡൽഹി ടു കോപ്പൻഹേഗനുള്ള ഫ്ലൈറ്റ് കയറി. ആക്ച്വലി ഫ്ലൈറ്റിൽ ലഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഓൾറെഡി ഫ്ലൈറ്റ് കയറിയപ്പം 5 മണി സമയമായി. സോ കയറി ലഗേജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നെക്ക് പില്ലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സീറ്റിൽ വെച്ച് കയറിയപ്പോൾ തന്നെ അവർ സ്നാക്കായിട്ട് ചെറിയ കടല അതുപോലെ തന്നെ കോളയും കാര്യങ്ങളൊക്കെ തന്നു. അതൊക്കെ കുടിച്ച് അതിന് പുറകെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഡ്രിങ്ക്സ് വേണമെങ്കിൽ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ കോള, കൂൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ഐറ്റംസ്. സോ അതിന് പുറകെ ആയിട്ട് അവർ ലഞ്ചിന് വരാൻ ഡിന്നർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെജ്, നോൺ വെജ് അങ്ങനെയുള്ള ഐറ്റംസ്. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം മൂവിയൊക്കെ കണ്ട് ഒരു 8 hour ട്രാവൽ അങ്ങനെ ഒന്ന് ഇതായി വന്നപ്പോഴത്തേനും കോപ്പൻഹേഗൻ എത്തി. സോ ദിസ് ഈസ് കോപ്പൻഹേഗൻ. അവിടെ സമയം ഓൾമോസ്റ്റ് ഒരു 10 o'clock 11 o'clock ഒക്കെ ആവുന്നു. പക്ഷേ സ്റ്റിൽ അവിടെ ഇപ്പോഴും സൺലൈറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് കോപ്പൻഹേഗൻ കാല് കുത്തിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം ചുറ്റും പുറമൊക്കെ കണ്ട് എല്ലാവരുടെയും കൂടെ പുറത്തോട്ട് ഇറങ്ങുന്നു. എൻ്റെ കൂടെ ഡൽഹിയിൽ നിന്ന് കോപ്പൻഹേഗനിലോട്ടുള്ള കൂടുതൽ പേരും സ്വീഡനിലോട്ടുള്ളതായിരുന്നു. ഡെൻമാർക്കിൻ്റെ ഒരു സൈഡിലാണ് അതിൻ്റെ ക്യാപിറ്റലായ കോപ്പൻഹേഗൻ വരുന്നത്. സോ മിക്കവരും കോപ്പൻഹേഗനിൽ ഇറങ്ങി സ്വീഡൻ്റെ ഒരു പ്ലേസായ മാൽമോയിലോട്ട് പോകാനുള്ളവരായിരുന്നു. സോ ആ കൂടെ നിന്ന് എൻ്റെ ബാഗൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് പതിയെ നടന്നു. സോ ഐ ആം സോ എക്സൈറ്റഡ്. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 2 months ആയി. മാരേജ് കഴിഞ്ഞ് 5 days ആയപ്പോൾ വൈഫ് പോയതാണ്. സോ ഇപ്പോഴാണ് പിന്നീട് കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ശില്പ, മൈ ലവ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ലവ് മാരേജ് ആയിരുന്നു. സോ ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ഇൻ കോപ്പൻഹേഗൻ. സോ ഇതാണ് കോപ്പൻഹേഗൻ. ഇതാണ് ഞാൻ സ്വപ്നം കണ്ട കിനാശേരി എന്ന് പറഞ്ഞ പോലെ. സോ ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പയ്യെ പുറത്തോട്ട് നടക്കാനുള്ളത്.
എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കാൻ പറ്റും, പാസേജ് ഉണ്ട്. അവിടുന്ന് പുറത്തുള്ള മിക്ക കൺട്രീസിലുള്ള പോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണ് മെട്രോ. സോ നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നു. മെട്രോയ്ക്ക് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ട്രാവലാണ് ഉണ്ടായിരുന്നത്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആ ട്രാവൽ കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങി. എൻ്റെ കയ്യിൽ 2 ഭാഗമാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗം നിറച്ച് ഫുഡ് ഐറ്റംസ്. അത് കണ്ടപ്പോൾ തന്നെ ശില്പ അത് കൈക്കലാക്കി. മെട്രോ സ്റ്റേഷനിൽ നേരെ പുറത്തോട്ട് വന്ന് ഒരു 100-150 മീറ്റർ ഉള്ളൂ നമ്മുടെ ബിൽഡിങ്ങിലോട്ട്. ആ കാണുന്നതാണ് ബിൽഡിങ്. അപ്പോൾ നേരെ അങ്ങോട്ട് നടന്നു. ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ഡെൻമാർക്കിലെ ആദ്യത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ പതിയെ ബിൽഡിങ്ങിലോട്ട് നടന്നു. 2nd ഫ്ലോറിലാണ് ഞങ്ങളുടെ ബിൽഡിങ് വരുന്നത്. 2nd ഫ്ലോറിൽ 2.37. സോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നേരെ വലത് കാല് വെച്ച് അകത്തോട്ട്. സോ ദിസ് ഈസ് അവർ സ്മോൾ റൂം. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ഹിയർ. So thank you so much everyone. Thank you for watching. Please subscribe.